നമസ്കാരം. രഞ്ജിത്ത് ഇംഗ്ലീഷിന്റെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേരള ഹൈക്കോടതി ജുഡീഷ്യൽ സർവീസ് മെയിൻ എക്സാമിന് വേണ്ടി ചോദിച്ച ചോദ്യങ്ങളുടെ ആൻസർ കീയാണ് വിത്ത് എക്സ്പ്ലനേഷൻ. അപ്പോൾ നോക്കാം, ഇതെന്ന് പറയുന്നത് 3 മണിക്കൂർ ഡ്യൂറേഷനുള്ള പരീക്ഷയായിരുന്നു. പേപ്പർ 1 ജനറൽ ഇംഗ്ലീഷ് ആണ് ആദ്യം ഈ പരീക്ഷയിൽ പേപ്പറിൽ ആദ്യം നമുക്ക് കാണാൻ കഴിയുക. അപ്പൊ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റിട്ടൺ എക്സാമിനേഷൻ ആണ്. ഓക്കെ, 100 മാർക്കിന്റെ എക്സാമാണ്. അപ്പൊ എന്തായാലും നമുക്ക് ചോദ്യത്തിലേക്ക് വരാം. നോക്കുക, കറക്റ്റ് ദ ഫോളോയിങ് സെന്റൻസസ്. ആദ്യം തന്നെ നമുക്ക് 10 സെന്റൻസ് തന്നിട്ടുണ്ട്. അതിൽ ഓരോത്തിലും മിസ്റ്റേക്ക് ഉണ്ട്. അത് നമ്മൾ റെക്ടിഫൈ ചെയ്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ആദ്യത്തെ സെന്റൻസ് വായിക്കാം. എ ബ്ലാക്ക് ആൻഡ് എ വൈറ്റ് കൗ വാസ് ഗ്രേസിംഗ് ഇൻ ദ ഫീൽഡ്. അപ്പൊ ഇത് ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ നമുക്ക് തെറ്റൊന്നും കാണുന്നില്ല. കാരണം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്താ, ഒരു കൗവിനെ കുറിച്ചാണ് ഈ പറഞ്ഞു വരുന്നത്. ആ കൗവിന്റെ നിറം ബ്ലാക്കും വൈറ്റുമാണ്. രണ്ടും കൂടി ഇടകലർന്ന് ചേർന്ന നിറത്തിലുള്ള ഒരു കൗ ഗ്രേസ് ചെയ്യുന്നു എവിടെ, ഫീൽഡിൽ. അതാണ് നമുക്ക് പെട്ടെന്ന് കിട്ടുക. എന്നാൽ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. എന്താണ്? ഇവിടെ നോക്കുമ്പോൾ ഈ ബ്ലാക്ക്, ഈ വൈറ്റ്, അതിന്റെ തൊട്ടു മുമ്പിൽ നമ്മൾ എന്ത് ഉപയോഗിച്ചിരിക്കുന്നു? ആർട്ടിക്കിൾ ഉപയോഗിച്ചിരിക്കുന്നു. എ, ഇവിടെയും എ. അങ്ങനെ ഇത്തരത്തിൽ 2 അഡ്ജക്റ്റീവ്സോ അല്ലെങ്കിൽ 2 നൗൺസോ അതിന്റെ തൊട്ടു മുമ്പിൽ ആർട്ടിക്കിൾസോ അല്ലെങ്കിൽ പൊസസീവ് അഡ്ജക്റ്റീവോ വരികയാണെങ്കിൽ, എന്നുവെച്ചാൽ രണ്ടിന്റെയും മുന്നിൽ ഓരോ ആർട്ടിക്കിളും അല്ലെങ്കിൽ ഓരോ പൊസസീവ് അഡ്ജക്റ്റീവ് നമ്മൾ ഉപയോഗിക്കുന്നുവെങ്കിൽ അത് എന്തായി മാറും? ആ സബ്ജക്റ്റ് പ്ലൂറലായി മാറും. എന്തായി മാറും? പ്ലൂറലായി മാറും. പ്ലൂറലായി മാറും. അപ്പോൾ ഇവിടെ നമ്മൾ 2 കൗവിനെ കുറിച്ചാണ് പറയുന്നത്. ഒന്ന് എ ബ്ലാക്ക് കൗവും അടുത്തത് വൈറ്റ് കൗ. 2 കൗവിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. എങ്ങനെ ആവുമ്പോൾ? ഇത്തരത്തിൽ രണ്ടിടത്തും ആർട്ടിക്കിൾസോ അല്ലെങ്കിൽ പൊസസീവ് അഡ്ജക്റ്റീവോ വരുന്നു എങ്കിൽ. ക്ലിയർ ആയല്ലോ? അപ്പൊ അങ്ങനെ വന്ന സ്ഥിതിക്ക് ഇതെന്താണ്? പ്ലൂറലാണ്. ഇവിടുത്തെ സബ്ജക്റ്റ് പ്ലൂറലാണ്. അങ്ങനെയാകുമ്പോൾ ഈ വാസ് അല്ല ഇവിടെ വരേണ്ടത്. പിന്നെ എന്താണ്? വേർ ആണ് വരേണ്ടത്. എന്താണ്? വേർ. അപ്പൊ അങ്ങനെ വരും, എ ബ്ലാക്ക് ആൻഡ് എ വൈറ്റ് കൗ വേർ ഗ്രേസിംഗ് ഇൻ ദ ഫീൽഡ് എന്ന് വരും. ഇനി ഇതിനെ നമുക്ക് എങ്ങനെയും തിരുത്തി എഴുതാം. ഈ വാസ് അവിടെ നിലനിർത്തിക്കൊണ്ട് നമുക്ക് ഈ സബ്ജക്റ്റിനെ തിരുത്തി എഴുതാം. അതെങ്ങനെയാ? ഇതിനകത്ത് ഈ പറയുന്ന രണ്ടാമത്തെ എ കളഞ്ഞാൽ മതി. അങ്ങനെയാകുമ്പോൾ ഇതൊറ്റ ഒരു കൗവിനെ കുറിച്ച് ആണ് പറയുന്നത് നമുക്ക് മനസ്സിലാവും. എ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കൗ വാസ് ഗ്രേസിംഗ് ഇൻ ദ ഫീൽഡ് നമുക്ക് എഴുതാം. അപ്പൊ ഈ സെന്റൻസിനെ 2 രീതിയിൽ നമുക്ക് കറക്റ്റ് ചെയ്ത് എഴുതാം. ഒന്നുകിൽ എ ബ്ലാക്ക് ആൻഡ് എ വൈറ്റ് കൗ വേർ ഗ്രേസിംഗ് ഇൻ ദ ഫീൽഡ് എന്ന് എഴുതാം. അല്ലെങ്കിൽ എ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കൗ വാസ് ഗ്രേസിംഗ് ഇൻ ദ ഫീൽഡ് എന്ന് നമുക്ക് എഴുതാം. ഇനി അടുത്ത സെന്റൻസ് നമുക്ക് വായിച്ചു നോക്കാം. എന്താണ്? ദ മജിസ്ട്രേറ്റ് അക്വിറ്റഡ് ഹിം ഫ്രം ദ ക്രൈം. ഇവിടെ എന്താ പ്രശ്നം? ഈ അക്വിറ്റഡ് എന്ന് പറയുന്ന വാക്കാണ്. ആ വാക്കിന് ശേഷം വരേണ്ട പ്രിപ്പോസിഷൻ ഫ്രം അല്ല, പിന്നെന്താണ്? ഓഫ് ആണ്. എന്താണ്? ഓഫ്. അക്വിറ്റഡ് ഓഫ് ആണ് വേണ്ടത്. അപ്പൊ ഇവിടെ ഫ്രം വന്നതാണ് തെറ്റ്. അവിടെ നമ്മൾ ഓഫ് എഴുതാം. ഇനി അടുത്ത സെന്റൻസ് നമുക്ക് നോക്കാം. ഹി സേസ് ദാറ്റ് ഹി വിൽ റിട്ടേൺ ജസ്റ്റ് നൗ. അവൻ പറയുന്നു അവൻ ഉടനെ തന്നെ തിരിച്ചെത്തുമെന്ന്. ഇപ്പൊ ഇവിടെ നോക്കുമ്പോൾ ഇവിടെ എന്താ വിഷയം? ഇവിടെ നോക്കും, ഇവിടെ ജസ്റ്റ് നൗ. ജസ്റ്റ് നൗവിനെ പോലെ അർത്ഥം നൽകുന്ന വാക്കാണിത്. റൈറ്റ് നൗ എന്ന് പറയും. എന്താണ്? റൈറ്റ് നൗ. രണ്ടിന്റെ അർത്ഥം ഒന്ന് തന്നെയാണ്. ജസ്റ്റ് നൗ, റൈറ്റ് നൗ.
ഇപ്പോൾ തന്നെ, ഉടനെ തന്നെ എന്നൊക്കെയാണ് അർത്ഥം. എന്നാൽ തമ്മിൽ വ്യത്യാസമുണ്ട്. ജസ്റ്റ് നൗ നമ്മൾ ഉപയോഗിക്കുന്ന എപ്പോഴായിരിക്കും? നടന്നു കഴിഞ്ഞ ഒരു കാര്യത്തെക്കുറിച്ച് പറയാനാണ്, ഓൾറെഡി സംഭവിച്ചു കഴിഞ്ഞ കാര്യത്തെക്കുറിച്ച് പറയാൻ നമ്മൾ ജസ്റ്റ് നൗ ഉപയോഗിക്കുന്നത്. ഉദാഹരണത്തിന്, അവൻ ഇപ്പോൾ അങ്ങോട്ട് എത്തിയതേ ഉള്ളൂ എന്ന് പറയുമ്പോൾ അവൻ എത്തിക്കഴിഞ്ഞു. അപ്പൊ എത്തുക എന്ന് പറയുന്ന പ്രവൃത്തി ചെയ്തു കഴിഞ്ഞു. അപ്പൊ അങ്ങനെ സാഹചര്യത്തിൽ നമ്മൾ ജസ്റ്റ് നൗ പറയും. എന്നാൽ റൈറ്റ് നൗ, ഇനി സംഭവിക്കാൻ പോകുന്ന കാര്യത്തിനെ കുറിച്ച് നമ്മൾ റൈറ്റ് നൗ എന്ന് പറയുന്നത്. ഇവിടെ നോക്കുമ്പോൾ ഇവിടെ വില്ലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വിൽ റിട്ടേൺ എന്നാണ് പറയുന്നത്. അപ്പൊ വിൽ റിട്ടേൺ എന്ന് പറയുമ്പോൾ എന്താ? സംഭവിക്കാൻ പോകുന്നേ ഉള്ളൂ, തിരിച്ചെത്തും എന്നാണ് പറയുന്നത്. ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ല. അപ്പൊ തിരിച്ചെത്തുക എന്ന് പറയുന്ന പ്രവൃത്തി നടന്നു കഴിഞ്ഞില്ല, നടക്കാൻ പോകുന്നതേ ഉള്ളൂ. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ ജസ്റ്റ് നൗ അല്ല പറയേണ്ടത്, പിന്നെന്താണ്? റൈറ്റ് നൗ ആണ് പറയേണ്ടത്. അപ്പോൾ ഇവിടെ ജസ്റ്റ് നൗ ഒഴിവാക്കി നമ്മൾ എന്താക്കുക? റൈറ്റ് നൗ എന്ന് എഴുതുമ്പോൾ ഈ സെന്റൻസ് കറക്റ്റ് ആവും. ഇനി അടുത്ത സെന്റൻസ് നമുക്ക് നോക്കാം. ഹി വാസ് ഈവൻ ബ്ലെയിംഡ് ബൈ ഹിസ് കൊളീഗ്സ്. ഇവിടെ എന്താ പ്രശ്നം? ഇവിടെ നോക്കുമ്പോൾ ഈ ആഡ്വർബിന്റെ പ്രശ്നമാണ്. ഈ ആഡ്വർബിന്റെ സ്ഥാനം മാറിപ്പോയി, അതാണ് പ്രശ്നം. അതെങ്ങനെ നമുക്ക് മനസ്സിലായത്? ഈ കൊളീഗ്സ് ആണ് ഇവിടുത്തെ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. കൊളീഗ്സ് എന്ന് പറയുന്നത് സഹപ്രവർത്തകരാണ്. സഹപ്രവർത്തകർ എന്ന് പറയുമ്പോൾ നമുക്ക് മിക്കപ്പോഴും സപ്പോർട്ട് കിട്ടുന്ന ഒരു വിഭാഗമാണ് നമ്മുടെ സഹപ്രവർത്തകർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫ്രണ്ട്സ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഫ്രണ്ട്സ് അല്ലെങ്കിൽ കൊളീഗ്സ് എന്നൊക്കെ പറയുന്നത് ബ്ലെയിം ചെയ്യുക എന്ന് പറയുന്ന പ്രവൃത്തി, അല്ലെങ്കിൽ പഴിക്കുക എന്ന് പറയുന്ന പ്രവൃത്തി അപൂർവമായിട്ടേ ഈ പറയുന്ന ഫ്രണ്ട്സിൽ നിന്നോ കൊളീഗ്സിൽ നിന്നോ ഉണ്ടാവുകയുള്ളൂ. അപ്പൊ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഇവിടെ അർത്ഥം എങ്ങനെയാണ് വരേണ്ടത്? അവന്റെ കൊളീഗ്സ് പോലും അവനെ പഴിച്ചു എന്നാണ് പറയേണ്ടത്. അങ്ങനെയാകുമ്പോൾ ഇവിടെ ഈവൻ, ആ പോലും എന്ന് പറഞ്ഞ സ്ട്രെസ് കൊടുക്കേണ്ടത് എവിടെയാണ്? ഈ ബ്ലെയിംഡ് എന്ന് പറയുന്ന സംഭവത്തിന് ശേഷമാണ് നമ്മൾ കൊടുക്കേണ്ടത്. അതായത് ഈ കൊളീഗ്സിനാണ് സ്ട്രെസ് കൊടുക്കേണ്ടത്. അങ്ങനെയാകുമ്പോൾ ഇവിടെ എങ്ങനെയായിരിക്കണം ഈ സെന്റൻസ് വരേണ്ടത്? ഹി വാസ് ബ്ലെയിംഡ്, അവൻ പഴിക്കപ്പെട്ടു, അല്ലെങ്കിൽ അവനെ പഴിച്ചു. അവന്റെ കൊളീഗ്സ് പോലും അവനെ പഴിച്ചു എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം കൊളീഗ്സ് പോലും എന്നാണ് അവിടെ വരേണ്ടത്. അങ്ങനെയാകുമ്പോൾ ഈ ഈവൻ എവിടെയാണ് വരേണ്ടത്? ഈ ബ്ലെയിംഡ് ശേഷമാണ് വരുന്നത്. അപ്പൊ എങ്ങനെയാണ്? ഹി വാസ് ബ്ലെയിംഡ് ഈവൻ ബൈ ഹിസ് കൊളീഗ്സ് എന്നാണ് വേണ്ടത്. എന്നാൽ അവന്റെ കൊളീഗ്സ് പോലും അവനെ പഴിച്ചു എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പൊ ഇവിടുത്തെ ഈ ആഡ്വർബിന്റെ സ്ഥാനം മാറിപ്പോയതാണ് പ്രശ്നം. അപ്പൊ ഈ ബ്ലെയിംഡിന് ശേഷമാണ് ഈവൻ വരേണ്ടത്. ഇനി അടുത്ത സെന്റൻസ് നമ്മൾ നോക്കുമ്പോൾ എവരി വൺ ഷുഡ് മൈൻഡ് വൺസ് ഓൺ ബിസിനസ്. ഇവിടുത്തെ പ്രശ്നം എന്താണ്? ഈ എവരി വൺ എന്ന് പറയുന്ന സബ്ജക്റ്റ്, ആ സബ്ജക്റ്റിന്റെ പ്രൊനൗൺ എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? ദേ ആയിരിക്കും. ദേ. ഇനി എന്റെ പൊസസീവായിട്ട് പറയുമ്പോൾ ദയർ. ഓക്കെ, എവരി വൺ അല്ലെങ്കിൽ എവരിബഡി, സംബഡി, നോബഡി എന്നൊക്കെ പറയുമല്ലോ. അതിൻ്റെയൊക്കെ എപ്പോഴും പ്രൊനൗൺ ദേ ആയിരിക്കും. അതിന്റെ പൊസസീവ് അഡ്ജക്റ്റീവായിട്ട്, അതായത് ദേയുടെ പൊസസീവ് അഡ്ജക്റ്റീവായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് എന്തായിരിക്കും? ദയർ ആയിരിക്കും. അല്ലെങ്കിൽ എവരി വണ്ണിന്റെയോ സംബഡിയോ നോബഡിയോ അതിൻ്റെയൊക്കെ പൊസസീവ് അഡ്ജക്റ്റീവായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് എപ്പോഴും എന്തായിരിക്കും? ദയർ ആയിരിക്കും. എന്താണ് പൊസസീവ് അഡ്ജക്റ്റീവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഉടമസ്ഥതയെ സൂചിപ്പിക്കുന്നു. ഇവിടെ അവരുടെ തന്നെ ബിസിനസ് എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ്? ഉടമസ്ഥതയെ സൂചിപ്പിക്കുന്ന സംഭവമാണ് വരേണ്ടത്. ഈ വൺസ് എന്ന് പറയുന്നത് ഉടമസ്ഥതയെ സൂചിപ്പിക്കുന്നതാണ്. പക്ഷേ ഈ വൺ നമ്മൾ എപ്പോഴാണ് ഉപയോഗിക്കേണ്ടത്? ഇവിടെ വൺ എന്ന് വരുമ്പോൾ മാത്രമാണ്. ഇവിടെ വൺ ഉപയോഗിക്കണമെങ്കിൽ ഇവിടെയും വൺ എന്നേ വരാവൂ. ഇവിടെ എവരി വൺ എന്ന് വരാൻ പാടില്ല. അങ്ങനെ എവരി വൺ വന്നു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ദയറോൺ എന്നാക്കണം. ഈ വൺസ് ഓൺ മാറ്റിയിട്ട് അവിടെ ദയറോൺ എന്നാണ് എഴുതേണ്ടത്. അപ്പോൾ നമുക്ക് ഈ സെന്റൻസിനെയും രണ്ട് രീതിയിൽ നമുക്ക് തിരുത്താൻ പറ്റും. എന്തിനെ പോലെ? നമ്മുടെ ഫസ്റ്റ് സെന്റൻസിൽ നമ്മൾ ചെയ്തതുപോലെ. അതായത് ഇവിടെ ഒന്നുകിൽ എ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കൗ എന്ന് എഴുതാം, അല്ലെങ്കിൽ എ ബ്ലാക്ക് ആൻഡ് എ വൈറ്റ് കൗ എന്ന് എഴുതിയിട്ടത് ഇവിടെ വേറെ എഴുതണമെന്ന് നമ്മൾ പറഞ്ഞു. അതേപോലെ ഇവിടെ നമുക്ക് രണ്ട് രീതിയിൽ ഈ സെന്റൻസിനെ തിരുത്താം. ഒന്നുകിൽ ഈ എവരിയെ വെട്ടിമാറ്റുക, എന്നിട്ട് വൺ തൊട്ട് തുടങ്ങുക.
അപ്പോൾ വൺ ഷുഡ് മൈൻഡ് വൺസ് ഓൺ ബിസിനസ് എന്ന് നമുക്ക് പറയാം. അല്ലെങ്കിൽ ഈ എവരി വണ്ണിനെ അവിടെ നിർത്തിക്കൊണ്ട് തന്നെ നമുക്ക് ഈ സെന്റൻസിനെ തിരുത്താം. എന്ത് ചെയ്താൽ മതി? ഈ വൺസിനെ മാറ്റിയിട്ട് അവിടെ നമ്മൾ ദെയർ എന്ന് കൊടുത്താൽ മതി. അപ്പൊ അങ്ങനെ ആവും എവരി വൺ ഷുഡ് മൈൻഡ് ദെയർ ഓൺ ബിസിനസ് എന്നാവും. അല്ലെങ്കിൽ വൺ ഷുഡ് മൈൻഡ് വൺസ് ഓൺ ബിസിനസ്. ഇങ്ങനെ എഴുതിയാൽ രണ്ടും ശരിയാണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇനി അടുത്തത് എന്താണ്? സാം ആസ് വെൽ എസ് ശ്യാം ആർ ഇന്റലിജന്റ്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ആസ് വെൽ എസ് കൊണ്ട് രണ്ട് നൗണിനെ നമ്മൾ എഴുതുമ്പോൾ നമ്മൾ ഏത് നൗണിനായിരിക്കണം പ്രാധാന്യം കൊടുക്കേണ്ടത്? ഫസ്റ്റ് വന്നിരിക്കുന്ന നൗൺ. അതിനെ പ്രാധാന്യം കൊടുത്തുകൊണ്ടായിരിക്കണം നമ്മൾ ഇവിടുത്തെ വെർബ് എഴുതേണ്ടത്. ഇവിടെ നോക്കുമ്പോൾ സാം എന്ന് മാത്രമേ ഉള്ളൂ. സാം എന്ന് പറയുന്നത് ഒരാളാണ്, ഇപ്പൊ സിംഗുലർ ആണ്. അങ്ങനെയാകുമ്പോൾ ഇവിടെ എന്തേ വരാവൂ? സിംഗുലറെ വരാവൂ. അപ്പോൾ ഇവിടെ ഈസ് ആണ് വരേണ്ടത്. അപ്പൊ എങ്ങനെയായിരിക്കും ആൻസർ? സാം ആസ് വെൽ എസ് ശ്യാം ഈസ് ഇന്റലിജന്റ് എന്ന് വരും. അതാണ് കറക്റ്റ് ആൻസർ. അല്ലെങ്കിൽ നമുക്ക് ഇതിനെ എങ്ങനെയും തിരുത്താം? ഈ ആസ് വെൽ എസ് മാറ്റി അവിടെ ആൻഡ് ഉപയോഗിച്ചാൽ മതി. അപ്പൊ അങ്ങനെ വരും, സാം ആൻഡ് ശ്യാം ആർ ഇന്റലിജന്റ് എന്ന് വരും. അപ്പൊ ഈ സെന്റൻസ് നമുക്ക് രണ്ട് രീതിയിൽ തിരുത്താം. ഒന്നുകിൽ ഇവിടെ ഈസ് എഴുതുക, അല്ലെങ്കിൽ ഇവിടെ ആസ് വെൽ എസ് മാറ്റി ആൻഡ് എഴുതുക. രണ്ട് രീതിയിൽ എഴുതാലും കറക്റ്റാണ്. ഇനി അടുത്തത്, വാട്ട് ഈസ് ദ കോസ്റ്റ് ഓഫ് ദിസ് പെൻ? ഇവിടുത്തെ പ്രശ്നം എന്താണ്? ഇവിടെ ഈ കോസ്റ്റ് എന്ന് പറയുന്ന വാക്കാണ് പ്രശ്നം. നമുക്കറിയാം, വില എന്ന അർത്ഥം നൽകുന്ന രണ്ട് വാക്കുകളാണ് നമുക്കറിയാവുന്നത്. ഒന്ന് കോസ്റ്റും ഒന്ന് പ്രൈസും. കോസ്റ്റും പ്രൈസും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഓക്കെ, കോസ്റ്റും പ്രൈസും. കോസ്റ്റും പ്രൈസും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് രണ്ടിന്റെയും അർത്ഥം ഒന്ന് തന്നെയാണ്, പക്ഷെ ചെറിയ വ്യത്യാസമുണ്ട്. കോസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഉൽപ്പന്നം, അതിനെ ചെലവാകുന്ന ഒരു പ്രൊഡക്റ്റ് നിർമ്മിക്കാൻ വേണ്ടി ചെലവാകുന്ന വില, അതാണ് കോസ്റ്റ്. എന്നാൽ പ്രൈസോ? പ്രൈസ് എന്ന് വെച്ചാൽ എന്താണ്? ഒരു ഉപഭോക്താവ് ഒരു സാധനം വാങ്ങിക്കാൻ ചെല്ലുന്നു. അപ്പോൾ ആ സാധനത്തിന് ഒരു ഉപഭോക്താവ് കൊടുക്കേണ്ട തുക അല്ലെങ്കിൽ ആ വില, അതിനാണ് നമ്മൾ പ്രൈസ് എന്ന് പറയുന്നത്. എന്നാൽ കോസ്റ്റോ? ഉൽപ്പന്നം ഉണ്ടാക്കുവാൻ വേണ്ടി, ഒരു പ്രൊഡക്റ്റ് നിർമ്മിച്ചെടുക്കുവാൻ വേണ്ടി അതിന് എത്രത്തോളം തുകയാകുമോ അല്ലെങ്കിൽ വിലയാകുമോ അതിനെ നമ്മൾ കോസ്റ്റ് എന്ന് പറയുന്നത്. എന്നാൽ ഒരു ഉപഭോക്താവ് ഒരു കടയിൽ ചെന്നൊരു സാധനം വാങ്ങിക്കുമ്പോൾ ആ സാധനത്തിന് അദ്ദേഹം കൊടുക്കേണ്ട പ്രൈസ് അല്ലെങ്കിൽ വില, അതിനെയാണ് നമ്മൾ പ്രൈസ് എന്ന് പറയുന്നത്. അപ്പൊ അത് തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പൊ ഇവിടെ വാട്ട് ഈസ് ദ കോസ്റ്റ് ഓഫ് ദിസ് പെൻ എന്ന് ആരായിരിക്കും ചോദിക്കുക? ഒരു ഉപഭോക്താവായിരിക്കും ചോദിക്കുക. അങ്ങനെ ഒരു ഉപഭോക്താവ് ചോദിക്കുമ്പോൾ അവിടെ അദ്ദേഹം ഉപയോഗിക്കേണ്ടത് എന്തായിരിക്കണം? പ്രൈസ് എന്ന് പറയുന്ന വാക്കായിരിക്കണം ഉപയോഗിക്കേണ്ടത്. അപ്പൊ അങ്ങനെ വരും, വാട്ട് ഈസ് ദ പ്രൈസ് ഓഫ് ദിസ് പെൻ എന്ന് വരും. ഇനി കോസ്റ്റ് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെ പറയാം. എങ്ങനെയാ? ഹൗ മച്ച് ഡസ് ദിസ് പെൻ കോസ്റ്റ് എന്ന് നമുക്ക് പറയാം. അങ്ങനെ പറയുമ്പോൾ കോസ്റ്റിന് പ്രശ്നമില്ല. എങ്ങനെ? ഹൗ മച്ച് ഡസ് ദിസ് പെൻ കോസ്റ്റ് എന്ന രീതിയിൽ നമുക്ക് പറയാൻ പറ്റും. പക്ഷെ ഇവിടെ അങ്ങനെ തിരുത്തുന്നതിനേക്കാൾ ഉപരി ഈ കോസ്റ്റിന്റെയും പ്രൈസിന്റെയും വ്യത്യാസം നമുക്ക് അറിഞ്ഞിരിക്കണം എന്നുള്ള ഉദ്ദേശത്തിനോടുള്ള ഒരു ചോദ്യമാണ് ഇത്. അങ്ങനെയാകുമ്പോൾ ഈ കോസ്റ്റ് മാറ്റി അവിടെ പ്രൈസ് ആക്കുക എന്നുള്ളതാണ് ശരിയായ രീതി. അപ്പൊ ഇവിടെ കോസ്റ്റ് മാറ്റി നമ്മൾ പ്രൈസ് ആക്കുക. ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. വൺസ് ക്ലോസ് ഫ്രണ്ട്സ് ദേ ആർ നൗ ഫാസ്റ്റ് എനിമീസ്. ഉദ്ദേശിക്കുക എന്താ? ഒരിക്കൽ ക്ലോസ് ഫ്രണ്ട്സ് ആയിരുന്ന ഇപ്പോൾ അവരെന്താണ്? ബദ്ധവൈരികൾ അല്ലെങ്കിൽ ബദ്ധശത്രുക്കൾ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ ഇവിടെ പ്രശ്നം എന്താ? ഈ ഫാസ്റ്റ് എന്ന് പറയുന്ന വാക്ക്, ഫാസ്റ്റിന്റെ അർത്ഥം എന്താണ്? ഏറ്റവും അടുത്ത് നിൽക്കുന്ന, സ്ട്രോങ്ലി കണക്റ്റഡ്, നമുക്ക് വേർപിരിക്കാൻ പറ്റാത്തത് എന്നൊക്കെയാണ് ഫാസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരുമിച്ച് നിൽക്കുന്ന, അത്രയും ശക്തമായത് എന്നൊക്കെയാണ് ഫാസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ശക്തം കൊണ്ട് ഉദ്ദേശിക്കുന്നത് പോസിറ്റീവ് സെൻസിലാണ് ഇത് ഉപയോഗിക്കുന്നത്.
പക്ഷെ എനിമീസ് എന്ന് പറയുമ്പോൾ അത് നെഗറ്റീവ് സെൻസാണ്. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഫാസ്റ്റ് ഫ്രണ്ട്സ് എന്ന് പറയാം, പക്ഷെ ഫാസ്റ്റ് എനിമീസ് എന്ന് പറയത്തില്ല. ഫാസ്റ്റ് എന്ന് പറയുന്നത് അടുപ്പത്തെ സൂചിപ്പിക്കുന്നതാണ് കൂടുതൽ. അകൽച്ചയെ സൂചിപ്പിക്കാൻ നമ്മൾ ഫാസ്റ്റ് ഉപയോഗിക്കാറില്ല. അപ്പോൾ അവിടെ തന്നെ ഈ ഫാസ്റ്റ് എന്ന് പറയുന്ന വാക്കാണ് ഇവിടെ പ്രശ്നം. അവിടെ നമുക്ക് വേഴ്സ്റ്റ് എന്ന് ഉപയോഗിക്കാം. വേഴ്സ്റ്റ് എനിമീസ് എന്നോ അല്ലെങ്കിൽ സ്വോൺ എനിമീസ് എന്നോ, SWORN, സ്വോൺ എനിമീസ് എന്നോ നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ, വൺസ് ക്ലോസ് ഫ്രണ്ട്സ് ദേ ആർ നൗ വേഴ്സ്റ്റ് എനിമീസ് അല്ലെങ്കിൽ സ്വോൺ, SWORN, സ്വോൺ എനിമീസ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ ആണ് ഇവിടുത്തെ പ്രശ്നം. ഓക്കെ, ഇനി അടുത്ത് നോക്കുമ്പോൾ ബിയർ വിത്ത് മീ ദർ ഇസ് നോ അതർ ആൾട്ടർനേറ്റീവ്. എന്നോട് ക്ഷമിക്കുക, വേറൊരു വഴിയില്ല, അല്ലെങ്കിൽ വേറൊരു പകരമായിട്ടൊരു വഴി നമുക്കില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ വായിക്കാൻ പ്രശ്നമൊന്നുമില്ല, നമുക്ക് നോ അതർ ആൾട്ടർനേറ്റീവ് എന്നൊക്കെ പറയാം, ഒരു പ്രശ്നമില്ല. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ അതർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇനി ഏതാണോ മറ്റൊരു ആൾട്ടർനേറ്റീവ് അതും കൂടെ ഇവിടെ പറഞ്ഞിരിക്കണം. അതായത് ഇവിടെ അതർ വന്നു കഴിഞ്ഞാൽ ഈ ആൾട്ടർനേറ്റീവിന് ശേഷം ദാൻ എഴുതുകയും എന്നിട്ട് അടുത്ത ആൾട്ടർനേറ്റീവ് ഏതാണോ അത് ഇവിടെ എഴുതുകയും വേണം. എന്നാൽ ഇവിടെ രണ്ടാമതൊരു ആൾട്ടർനേറ്റീവിനെ കുറിച്ച് പറയുന്നില്ല. അങ്ങനെ രണ്ട് ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള സംഭവം ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ അതർ ഉപയോഗിക്കുന്നത്. അങ്ങനെ പറഞ്ഞാൽ അതർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ ദാൻ കഴിഞ്ഞിട്ട് ഏത് ആണോ അടുത്തത് അത് നമ്മൾ സൂചിപ്പിക്കുകയും കൂടെ വേണം. എന്നാൽ ഇവിടെ അങ്ങനെ ഇല്ലാത്ത സ്ഥിതിക്ക് ഇവിടെ ആൾട്ടർനേറ്റീവ് കൊണ്ട് ഫുൾ സ്റ്റോപ്പ് ചെയ്തിരിക്കുക. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഈ അതറിനെ കളയുക. അപ്പോൾ എന്താവും, ബിയർ വിത്ത് മീ ദർ ഇസ് നോ ആൾട്ടർനേറ്റീവ് എന്ന് വരും. അതാണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ദിസ് ഹൗസ് ഈസ് ടു മച്ച് സ്മാൾ ഫോർ ദ ലാർജ് ഫാമിലി. ഒറ്റയടിക്ക് നമ്മൾ വായിച്ചു നോക്കാൻ നമുക്ക് തെറ്റൊന്നും തോന്നത്തില്ല. നമുക്ക് കാര്യം മനസ്സിലായി. ഈ പറയുന്ന ലാർജ് ഫാമിലിയെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ വളരെ ചെറുതാണെന്ന അർത്ഥത്തിൽ ഇവിടെ ഉദ്ദേശിക്കുന്നു. എന്നാൽ ഇവിടുത്തെ പ്രശ്നം എന്താ, ഈ ടു മച്ചിന്റെ പ്രയോഗമാണ് പ്രശ്നം. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ടു മച്ച് എന്ന് നമുക്ക് പറയാം, മച്ച് ടൂവും പറയാം. അങ്ങനെ ടു മച്ചും മച്ച് ടൂവും രണ്ടും ഒരേ അർത്ഥമാണ്. ഒന്ന് ടു മച്ച് അല്ലെങ്കിൽ മച്ച് ടു. ഇപ്പൊ തമ്മിലുള്ള വ്യത്യാസം നമുക്ക് അറിഞ്ഞിരിക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ടു മച്ച് എഴുതി കഴിഞ്ഞാൽ പിന്നീട് അവിടെ എന്തേ വരാവൂ, ഒരു നൗൺ ഫോമേ വരാൻ പാടും. ടു മച്ച് എഴുതി കഴിഞ്ഞാൽ പിന്നീട് നൗൺ ഫോമേ വരാൻ പാടും. എന്നാൽ ഇവിടെ എന്താ വന്നിരിക്കുന്നത്, സ്മോൾ എന്ന് പറയുന്ന അഡ്ജക്റ്റീവ് ആണ് വന്നിരിക്കുന്നത്. സ്മോൾ എന്ന് പറയുന്ന അഡ്ജക്റ്റീവ് ആണ് വന്നിരിക്കുന്നത്. അങ്ങനെ ഒരു അഡ്ജക്റ്റീവ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തെഴുതാൻ പാടില്ല, ടു മച്ച് എഴുതാൻ പാടില്ല. നമ്മൾ പിന്നെ ആ ടു മച്ചിനെ മാറ്റി നമ്മൾ എന്താക്കണം, മച്ച് ടു എന്ന് ആക്കണം. എന്താണ്, മച്ച് ടു. അപ്പൊ തിരിച്ചെഴുതുക. ആ തിരിച്ചെഴുതാൻ സംഭവം ഓക്കെ. അപ്പൊ അങ്ങനെ വരും, ദിസ് ഹൗസ് ഈസ് മച്ച് ടു സ്മോൾ. അപ്പൊ അതിന്റെ അർത്ഥം എന്താ, അത്രത്തോളം ചെറുതാണ് എന്നർത്ഥം വരും. മച്ച് ടു സ്മാൾ ഫോർ ദ ലാർജ് ഫാമിലി എന്ന് വരും. ഇതാണ് ഇവിടുത്തെ തെറ്റ്, അത് നമ്മൾ തിരുത്തി മച്ച് ടു എന്ന് ആക്കി. ഓക്കെ, ഐഡന്റിഫൈ ദ മിസ്സ്പെൽഡ് വേർഡ് ഇൻ ഈച്ച് സെറ്റ് ആൻഡ് കറക്റ്റ് ഇറ്റ്. ഇവിടെ ഓരോ സെറ്റ് കൊടുത്തിട്ടുണ്ട്, 11, 12, 13, 14, 15. ഇവിടെ കൊടുത്തിരിക്കുന്ന വാക്ക് ഓരോ നിരയിലും കൊടുത്തിരിക്കുന്ന ആ സെറ്റിൽ ഒരു വാക്ക് തെറ്റിച്ചാണ് എഴുതിയിരിക്കുന്നത്. അത് ശരിയാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ 12 സെമിറ്ററി, സിമെട്രി, സാൻസ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്താ, ഈ 12th ആണ്. ഈ 12th എന്ന് എഴുതുമ്പോൾ TWELF, അതായത് എല്ലിന്റെയും ടീന്റെ ഇടയ്ക്ക് എഫ് വരണമായിരുന്നു. അപ്പൊ അങ്ങനെ വരും TWELFTH. ഈ എല്ലിന്റെയും ടിയുടെ ഇടയ്ക്ക് എഫ് എന്ന് പറയുന്ന ലെറ്ററും കൂടെ വേണമായിരുന്നു, എന്നാലേ കറക്റ്റ് ആവത്തുള്ളൂ. അപ്പൊ 12th എന്നാണ് നമ്മൾ പറയേണ്ടത്. ഓക്കെ,
അപ്പം അതായിരുന്നു ഇവിടുത്തെ മിസ്റ്റേക്ക്. അപ്പം അങ്ങനെ ആകുമ്പോൾ ഈ വാക്ക് തിരുത്തി നമ്മൾ ശരിയായ രീതിയിൽ എഴുതാം. ഇനി അടുത്ത സെറ്റ് ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ പ്രശ്നം എന്താണ്? ഇവിടെ ഏതാണ് തെറ്റായി കിടക്കുന്നത്? നമുക്ക് നോക്കാം. ഇവിടെ ഈ വാക്കാണ് പ്രശ്നം. ഡിസിമുലേഷൻ എന്ന് പറയുന്ന വാക്ക്. എന്താ ഡിസിമുലേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മുടെ വികാരങ്ങളെ അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങളെ, നമ്മുടെ തോന്നലുകളെ, നമ്മുടെ ഇന്റൻഷൻസിനെയൊക്കെ മറച്ചു വെക്കുന്നതിന് ആ രീതിയാണ് ഡിസിമുലേഷൻ എന്ന് പറയുന്നത്. അവിടെ ഇവിടുത്തെ പ്രശ്നം എന്താ? ഇവിടെ 2 എസ് വേണം. DISSIMULATION. അതാണ് കറക്റ്റ് ആൻസർ. ഇപ്പൊ ഡിസിമുലേഷൻ എന്നുള്ളതാണ് ശരിയായ വാക്ക്. ഓക്കെ, അപ്പൊ ഇവിടെ 2 എസ് വേണം. ഇനി അടുത്ത നോക്കാം. റിസൈൻഡ്, ട്രാങ്ക്വിലിറ്റി, ടാൻട്രം, കൺഷനർ എന്നീ വാക്കുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതിലേതായിരിക്കും നമുക്ക് നോക്കാം. ഇവിടെ നോക്കുക. ഇവിടെ പ്രശ്നമായിട്ടുള്ള വാക്ക് ഏതാണ്? ഈ ട്രാങ്ക്വിലിറ്റി എന്ന് പറയുന്ന വാക്കാണ്. കാരണം എന്താ? ട്രാങ്ക്വിലിറ്റിക്ക് 1 എല്ല് മതി. ഇവിടെ എന്താ എഴുതിയിരിക്കുന്നു? 2 എല്ല് എഴുതിയിട്ടുണ്ട്. ട്രാങ്ക്വിലിറ്റി നമുക്കറിയാം പ്രശാന്തത എന്നാണ്. ഓക്കെ, അവിടെ 1 എല്ല് മതി. ഇവിടെ 2 എല്ല് എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇതാണ് ഇവിടുത്തെ തെറ്റായ വേർഡ്. അത് തിരുത്തി നമ്മൾ എഴുതാം. ഇനി അടുത്ത സെറ്റ്. ഈ കൊടുത്തിരിക്കുന്നതിനകത്ത് ഏതാണ് തെറ്റായിട്ട് വന്നിരിക്കുന്ന വാക്ക്? നമുക്ക് നോക്കാം. ഇവിടെ നോക്കുമ്പോൾ ഈ ആദ്യത്തെ വാക്കാണ് പ്രശ്നം. എന്താണ്? പ്രോകാസ്റ്റിനേഷൻ. അല്ല, പ്രോക്രാസ്റ്റിനേഷൻ എന്നാ പറയുന്നത്. സിക്കും എക്കും ഇടയ്ക്ക് ഒരു ആറും കൂടെ വേണം. പ്രോക്രാസ്റ്റിനേഷൻ അതിന്റെ അർത്ഥം എന്താ? നീട്ടിവെക്കൽ എന്നാണ് അർത്ഥം. അപ്പോൾ ഇവിടെ സിക്ക് ശേഷം ഒരു ആർ ഉണ്ടായിരുന്നെങ്കിൽ ഇത് ഓക്കേനെ. അപ്പൊ നമ്മൾ തിരുത്തി എഴുതാം. പ്രോക്രാസ്റ്റിനേഷൻ എന്ന് വരും. ഇനി നമുക്ക് അടുത്ത സെറ്റ് നോക്കാം. ഇവിടെ ഏതാണ് പ്രശ്നം? നമുക്ക് നോക്കാം. ഇവിടെ ഈ വാക്കാണ് പ്രശ്നം. ഇവിടെ എന്താ പ്രശ്നം? ഈ യു അല്ല ഇവിടെ വേണ്ടത്. ഇവിടെ എന്താണ്? ഇ ആണ് വരേണ്ടത്. BELEAGERED എന്നാണ് വരേണ്ടത്. ഇതാണ് ഇവിടെ കുഴപ്പമായിട്ട് വന്നത്. ക്ലിയർ ആയല്ലോ? അടുത്ത നമുക്ക് നോക്കാം യൂസ് ഇൻ സെന്റൻസസ്. അതായത് ഇവിടെ കുറച്ച് ഇഡിയംസും അതുപോലെ തന്നെ ഫോറിൻ ഫ്രേസും ആയിട്ടൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അത് നമ്മൾ അതിന്റെ അർത്ഥം മനസ്സിലാക്കിയിട്ട് ഈ പറയുന്ന ഇഡിയം അല്ലെങ്കിൽ ഫോറിൻ ഫ്രേസ് അത് വെച്ചുകൊണ്ട് ഒരു സെന്റൻസ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഞാൻ ഇതിന്റെയൊക്കെ അർത്ഥം പറഞ്ഞു തരാം. അപ്പൊ തന്നെ നിങ്ങൾക്ക് സെന്റൻസ് ഉണ്ടാക്കാൻ പറ്റും. നോക്കുക. കിക്ക് അപ്പ് എ റോ. എന്താണ് കിക്ക് അപ്പ് എ റോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് നമുക്കുണ്ടായ ഒരു ദുരനുഭവം അതിനെ വെച്ചുകൊണ്ട് നമ്മൾ വലിയൊരു പ്രശ്നമാക്കി മാറ്റുക, വലിയൊരു സീനാക്കി മാറ്റുക. അതാണ് കിക്ക് അപ്പ് എ റോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളൊരു കടയിൽ കയറി നമ്മൾ സാധനം വാങ്ങിക്കുന്നു. ആ സാധനത്തിന് പ്രശ്നമുണ്ടെന്ന് നമ്മൾ വീട്ടിൽ ചെന്നപ്പോൾ മനസ്സിലാകുന്നു. നമ്മൾ ആ സാധനം കൊണ്ട് തിരിച്ചു വന്ന് ആ കടയിൽ വലിയൊരു ബഹളം ഉണ്ടാക്കും. അപ്പൊ അത്തരത്തിലൊക്കെ ഒരു ബഹളം ഉണ്ടാക്കുന്നതിന് നമ്മൾ കിക്ക് അപ്പ് എ റോ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നു. ഓക്കെ, ഇനി അടുത്ത് ബ്ലോ ഹോട്ട് ആൻഡ് കോൾഡ് എന്ന അർത്ഥം എന്താ? അഭിപ്രായത്തിൽ മാറ്റം വരിക. അത് ഒരു സമയത്ത് ഒരു അഭിപ്രായം പറയുക, വേറൊരു സമയത്ത് മറ്റൊരു അഭിപ്രായം പറയുക. അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മൾ ബ്ലോ ഹോട്ട് ആൻഡ് കോൾഡ് എന്ന് പറയും. ഇനി അടുത്ത് ക്വിഡ് പ്രോ കോ എന്ന അർത്ഥം എന്താ? സംതിങ് ഫോർ സംതിങ്. അത് നമ്മൾ ഒന്നിന് പകരം വേറൊന്ന് കൊടുക്കുക. നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യുമല്ലോ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യത്തിൽ നമ്മൾ ക്വിഡ് പ്രോ കോ എന്ന് പറയുന്നത്. ഇനി അടുത്തത് അറ്റ് എ ക്രോസ് റോഡ്സ്. എന്താണ് അറ്റ് എ ക്രോസ് റോഡ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് നമ്മൾ ഏതെങ്കിലും 2 കാര്യത്തിൽ 2 ചോയ്സസിൽ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കാൻ നമ്മൾ നിർബന്ധിതരാകുന്നതിന് നമ്മൾ അറ്റ് എ ക്രോസ് റോഡ്സ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ആ സാഹചര്യത്തെയാണ് നമ്മൾ അറ്റ് എ ക്രോസ് റോഡ്സ് എന്ന് പറയുന്നത്. നമ്മൾ അതിനകത്ത് ഏതെങ്കിലും ഒരു കാര്യം തിരഞ്ഞെടുത്തേ പറ്റും. അങ്ങനെ നമ്മൾ ഫോഴ്സ്ഡ് ആവുമല്ലോ. അങ്ങനെ ഒരു സാഹചര്യത്തെയാണ് നമ്മൾ അറ്റ് എ ക്രോസ് റോഡ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്ത ത്രോ ഇൻ ദ ടവൽ എന്ന് വെച്ചാൽ അർത്ഥം എന്താ? തോൽവി സമ്മതിക്കുക. ഓക്കെ, നമുക്കൊരു പരാജയം സംഭവിച്ചെങ്കിൽ അതങ്ങ് സമ്മതിക്കുക. അത് നമ്മൾ ത്രോ ഇൻ ദ ടവൽ എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? ഇനി അടുത്തത് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ഇവിടെ സെന്റൻസ് കൊടുത്തിട്ടുണ്ട്, അതിന് 1 വേർഡ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്.
ആദ്യത്തെ നോക്കാം, എ റെമഡി ഫോർ ഓൾ ഡിസീസസ്. എല്ലാ രോഗങ്ങൾക്കുമുള്ള റെമഡി. അതാണ് പനേസിയ. പനേസിയ, PANACEA ആണ് പനേസിയ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, എന്താണ് പനേസിയ. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം, സിവിയർ പണിഷ്മെന്റ് ഫോർ സംതിങ് സീരിയസ്ലി റോങ് ദാറ്റ് സംബഡി ഹാസ് ഡൺ. ആരെങ്കിലും ചെയ്ത വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു പ്രശ്നം, അതായത് തെറ്റ്, കുഴപ്പം, അതിനുള്ള സീവിയർ പണിഷ്മെന്റിനെ നമുക്ക് വൺ വേർഡിൽ എന്ത് പറയാം എന്നാണ് ചോദ്യം. അപ്പൊ എന്താണ് ചാസ്റ്റിസ്മെന്റ് എന്നാണ്. ചാസ്റ്റിസ്മെന്റ് എന്നാണ് സീവിയർ പണിഷ്മെന്റ് ഫോർ സംതിങ് സീരിയസ്ലി റോങ് ദാറ്റ് സംബഡി ഹാസ് ഡൺ. ഇനി അടുത്ത്, വൺ ഹു ഈസ് അൺഅഫക്റ്റഡ് ബൈ പെയിൻ ഓർ പ്ലഷർ. വേദനയോ അല്ലെങ്കിൽ സന്തോഷമോ അതിലൊന്നും എഫക്റ്റ് ചെയ്യപ്പെടാത്ത വ്യക്തി, അതായത് നമുക്ക് എന്ത് വിളിക്കാം എന്നാണ് ചോദ്യം. എന്താണ് സ്റ്റോയിക് ആണ്. എന്താണ് സ്റ്റോയിക്. വൺ ഹു ഈസ് അൺഅഫക്റ്റഡ് ബൈ പെയിൻ ഓർ പ്ലഷർ എന്നാണ് സ്റ്റോയിക്. അടുത്തത്, ദ ബിലീഫ് ദാറ്റ് പ്ലഷർ ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇൻ ലൈഫ്. അതായത് സന്തോഷമാണ് ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് ചിന്തിക്കുന്ന അല്ലെങ്കിൽ ആ വിശ്വാസം, അതിനെ നമുക്ക് എന്ത് വിളിക്കാം, അതാണ് ഇവിടുത്തെ ചോദ്യം. അപ്പൊ ആ വേർഡ് എന്താണ്? ഹിഡണിസം ആണ്. എന്താണ് ഹിഡണിസം. ഇതാണ് കറക്റ്റ് വാക്ക്. അടുത്ത്, എ മെയിൽ മെമ്പർ ഓഫ് എ റിലീജിയസ് ഓർഡർ ദാറ്റ് ഒറിജിനലി റിലൈഡ് ഓൺ ആംസ്. അപ്പൊ ഇതിന്റെ വൺ വേർഡ് എന്തായിരിക്കും? ഫ്രയർ ആണ്. എന്താണ് ഫ്രയർ. ഇതാണ് കറക്റ്റ് വേർഡ്. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം, ഗീവ് ആന്റോണിംസ് ഓഫ് ദ ഫോളോയിങ് വേർഡ്സ്. ഇവിടെ കൊടുത്തിരിക്കുന്ന വാക്കുകൾക്കൊക്കെ ആന്റോണിംസ് ഏതാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കൊന്ന് വായിച്ചു നോക്കാം ഏതൊക്കെയാണ്. പ്രോഗ്രസീവ്, പുസില്ലോനിമസ്, റിവാർഡ്, എൻക്രിപ്റ്റ്, സ്പാർട്ടൻ എന്നിങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെയൊക്കെ ആന്റോണിംസ് ഏതൊക്കെയായിരിക്കും നമുക്ക് നോക്കാം. അഡ്വെഞ്ചറസ് എന്നാണ്. അഡ്വെഞ്ചറസ്. അടുത്ത റിവാർഡ്. റിവാർഡിന്റെ ആന്റോണിം എന്തായിരിക്കും? പണിഷ് ആയിരിക്കും. എന്തായിരിക്കും? പണിഷ്. റിവാർഡിന്റെ ഓപ്പോസിറ്റ് പണിഷ്. അടുത്ത എൻക്രിപ്റ്റ്. എൻക്രിപ്റ്റിന്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? അല്ലെങ്കിൽ ആന്റോണിം എന്തായിരിക്കും? ഡീക്രിപ്റ്റ് ആയിരിക്കും. എന്തായിരിക്കും? ഡീക്രിപ്റ്റ്. അപ്പം എൻക്രിപ്റ്റ്, ഡീക്രിപ്റ്റ്. ഇതാണ് കറക്റ്റ് ആൻസർ. സ്പാർട്ടൻ. എന്താണ് സ്പാർട്ടന്റെ ആന്റോണിം? എന്തായിരിക്കും? ലക്ഷൂറിയസ് ആയിരിക്കും. നമുക്ക് നോക്കാം എന്താണ്. യൂസ് ദ ഫോളോയിങ് പെയർസ് ഓഫ് വേർഡ്സ് ഇൻ സെപ്പറേറ്റ് സെന്റൻസസ്. ഇപ്പൊ ഇവിടെ ഓരോ ജോഡി വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. സീഡും റിസീഡും, പ്രൈവേഷൻ, പ്രൈവറ്റ്നെസ്, പ്രുഡൻസ്, പ്രുഡറി, റെമിഷൻ, റെമിറ്റൻസ്, ക്രിട്ടിക്, ക്രിട്ടിക്. ഇത് വെച്ചുകൊണ്ട് നമ്മൾ സെപ്പറേറ്റ് സെന്റൻസ് ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതിൽ ഇവിടെ ഞാൻ ഇതിന്റെ എല്ലാ അർത്ഥം പറഞ്ഞുതരാം. എന്താണ് ഇവിടെയൊക്കെ അർത്ഥം? ആ അർത്ഥം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റും. അപ്പൊ ആദ്യം സീഡ്. സീഡ് എന്ന് വെച്ചാൽ അർത്ഥം എന്താണ്? ഉപേക്ഷിക്കാൻ അർത്ഥം. നമുക്ക് അധികാരമോ അങ്ങനെ പവറോ അതൊക്കെ ഉപേക്ഷിക്കുക നമ്മൾ സീഡ് എന്ന് പറയും. റെസീഡ് എന്ന് വെച്ചാൽ അർത്ഥം എന്താ? പിൻവാങ്ങുക എന്നർത്ഥമല്ല റെസീഡ്. ഓക്കെ. അടുത്ത പ്രൈവേഷനും പ്രൈവറ്റ്നെസ്സും നമുക്ക് നോക്കാം. പ്രൈവേഷൻ എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ഇല്ലായ്മ എന്നർത്ഥം. ഇല്ലായ്മ അല്ലെങ്കിൽ അഭാവം എന്നൊക്കെയാണ് പ്രൈവേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ പ്രൈവറ്റ്നെസ് എന്ന് വെച്ചാൽ എന്താ? സെക്ലൂർഡ് ആയിട്ടിരിക്കുക എന്ന് വെച്ചാൽ മറ്റുള്ള ബാക്കിയുള്ളവരിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറി സ്വകാര്യതയ്ക്ക് കൂടുതൽ ശ്രദ്ധ കൊടുത്ത് അല്ലെങ്കിൽ കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഒഴിഞ്ഞു മാറിയിരിക്കുന്ന അവസ്ഥ നമ്മൾ പ്രൈവറ്റ്നെസ് എന്ന് പറയും. ഇനി പ്രുഡൻസ്, പ്രുഡറി. ഇത് നമ്മളെ വ്യത്യാസം നമുക്ക് നോക്കാം. എന്താണ് പ്രുഡൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? മുൻകരുതൽ എന്നർത്ഥം. പ്രുഡറി എന്ന് വെച്ചാൽ എന്താ? ലജ്ജ അല്ലെങ്കിൽ സങ്കോചം, സഭാകമ്പം എന്നൊക്കെയാണ് പ്രുഡറി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത റെമിഷൻ, റെമിറ്റൻസ്. എന്താണ് നമ്മളുടെ വ്യത്യാസം? എന്താണ് റെമിഷൻ? ഓക്കെ, മോചനം അല്ലെങ്കിൽ മുക്തി എന്നൊക്കെയാണ് റെമിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. റെമിറ്റൻസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? റെമിറ്റൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് അർത്ഥം? ആ പണം അടയ്ക്കൽ എന്നാണ് റെമിറ്റൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. ഇനി അടുത്ത ക്രിട്ടിക്കും ക്രിട്ടിക്കും. എന്താണ് ക്രിട്ടിക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമുക്കറിയാം എന്താ ക്രിട്ടിക്? നിരൂപകൻ എന്നാണ് ക്രിട്ടിക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. ഈ ക്രിട്ടിക് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? വിമർശന ഗ്രന്ഥം നടത്തും. ഓക്കെ, വിമർശന ഗ്രന്ഥം. പിന്നെ ബാക്കി ചോദിച്ചിരിക്കുന്ന എസ്സേയും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, ഇതൊക്കെ നമുക്ക് വരുന്ന പരീക്ഷകൾ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അതൊക്കെ സ്വന്തമായി എഴുതേണ്ട കാര്യങ്ങളുമാണ്. അപ്പം ഞാൻ ഇത്രയും ഗ്രാമറും വൊക്കാബുലറിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളുടെ ആൻസർ കീ ഞാൻ പറഞ്ഞു. ഇത് ഇനി വരുന്ന ഹൈക്കോർട്ട് അസിസ്റ്റന്റ് പോലെയുള്ള പരീക്ഷകൾക്ക്
പ്രയോജനം ചെയ്യും. കാരണം ഇതിലുള്ള ചില വാക്കുകളും കാര്യങ്ങളൊക്കെ ഇനിയും ആവർത്തിക്കാം വരുന്ന പരീക്ഷകൾ. അതെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഞാൻ ഈ ഒരു പരീക്ഷയുടെ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും വിശദീകരിച്ച് ഞാൻ പറഞ്ഞത്. ഈ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി ഞാൻ കരുതുന്നു. അങ്ങനെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ആദ്യമായി എൻ്റെ ക്ലാസ് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തുടർന്നുള്ള ക്ലാസ്സുകൾ ലഭിക്കാൻ വേണ്ടി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.